എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ടും നൽകുന്ന ജനോപകാരപരമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ചെറിയ തുക നൽകി വലിയ ആനുകൂല്യങ്ങൾ നമുക്ക് ഈ ഒരു പദ്ധതികളിലൂടെ നേടാവുന്നതാണ്. പ്രധാനമായിട്ടും കുടുംബങ്ങൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികളാണിത്. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് പരിശോധിക്കുന്നത് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡാണ്. നിലവിൽ ഈ പദ്ധതിയിൽ പുതിയതായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയോ നിലവിലെ അംഗത്വമുള്ളവർക്ക് പുതുക്കി നൽകുകയോ ചെയ്യുന്നതല്ല. ഇൻഷുറൻസ് കാർഡ് കൈവശമുള്ളവർക്കെല്ലാം തന്നെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ട്രീറ്റ്മെൻ്റ് ആണ് രാജ്യമെമ്പാടുമുള്ള സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികളുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്. അങ്ങനെയുള്ള ആശുപത്രികളിലും ഇനി അതോടൊപ്പം തന്നെ സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട്. അത്തരം ആശുപത്രികൾ വഴിയാണ് ലഭിക്കുന്നത്. ആശുപത്രികളിലെ ട്രീറ്റ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സർജറികൾക്ക് അതിനോടനുബന്ധമുള്ള എല്ലാ ചിലവുകളും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, ഈ പദ്ധതിക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള RSBY എന്നൊരു സ്കീമായിരുന്നു. അതിനുശേഷം ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് PMJY പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിക്ക് കീഴിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തും ഈ ഒരു 5 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. നിലവിൽ അംഗത്വമുള്ള വ്യക്തികൾക്ക് സൗജന്യ ട്രീറ്റ്മെൻറ്റ് തുടരുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു സ്കീം എന്ന് പറയുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കാസ്പ് എന്ന് പറയുന്ന ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അവതരിപ്പിച്ചപ്പോൾ അർഹതയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് പട്ടികയിൽ നിന്ന് പുറത്തേക്ക് മാറി. അതുകൊണ്ട് തന്നെ അവരെ കൂടി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് സംസ്ഥാന സർക്കാർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 1/2 കോടിക്ക് മുകളിൽ വ്യക്തികൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ അംഗങ്ങളാണ്. നമ്മുടെ റേഷൻ കാർഡിൻ്റെ പിൻവശത്ത് കാസ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സീല് കാണുവാൻ സാധിക്കുന്നതാണ്. അതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാണ് എന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആധാറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാലിഡേഷൻ ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ചികിത്സയുടെ സമയത്തൊക്കെ നമ്മുടെ റേഷൻ കാർഡ്, ആധാർ പോലുള്ള ഡോക്യുമെൻറ്റുകളാണ് ഹാജരാക്കേണ്ടി വരുന്നത്. ഇതും കേന്ദ്ര സർക്കാരിൻ്റെ അതേ നിരക്കിൽ തന്നെ 5 ലക്ഷം രൂപയാണ് സൗജന്യ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ലഭിക്കുന്നത്. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിന് മുഴുവനായിട്ടോ 5 ലക്ഷം രൂപയുടെ കവറേജാണ് ഇവിടെ നൽകുന്നത്. നിലവിലുള്ള രോഗങ്ങൾക്കുൾപ്പെടെ ചികിത്സ ലഭ്യമാണ്. അതുമാത്രമല്ല, ഈ പദ്ധതിയിൽ പ്രായപരിധി എന്നൊരു വിഷയം ഉണ്ടായിരിക്കുന്നതല്ല. മൂന്നാമത്തെ മറ്റൊരു പ്രധാന സ്കീം കാരുണ്യ ബെനവലന്റ് ഫണ്ടാണ്. ഈ ഒരു പദ്ധതി മുഖേന നമുക്ക് സംസ്ഥാനത്തെ നിലവിലുള്ള ഒരു സ്കീം കൂടിയാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഒന്നും നമുക്ക് ഇല്ല എങ്കിൽ, അതോടൊപ്പം തന്നെ പേരില്ല എങ്കിൽ നമുക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് 2 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ അത് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളിലോ ജില്ലാ ആശുപത്രികളിലോ താലൂക്ക് ആശുപത്രികളിലോ എന്നിവിടങ്ങളിലും നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം എന്നറിയപ്പെടുന്ന KBF എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. നിലവിലെ APL വിഭാഗത്തിലൊക്കെ ഉൾപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്കീമാണ്. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. വിവിധ ഇൻഷുറൻസുകൾക്കായിട്ട് ഈ ഒരു തുക നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നാലാമത്തെ മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ് പോസ്റ്റ് ഓഫീസുകൾ വഴി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ്. നിലവിൽ ഇത് ഹെൽത്ത് പ്ലസ് എന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. 15 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജാണ് ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതിൽ നിബന്ധനകൾക്ക് വിധേയമായിട്ട് 2 ലക്ഷം രൂപയോളം ഡിഡക്റ്റബിൾ ആയിട്ടായിരിക്കും. അതായത് അനുവദിക്കുന്ന തുകയിൽ 2 ലക്ഷം രൂപയായിരിക്കും കുറവ് വരുന്നത്. അതായത് 13 ലക്ഷം രൂപ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 11 ലക്ഷം രൂപയായിരിക്കും. അതായത് 15 ലക്ഷം രൂപ ക്ലെയിം വന്നാൽ നമുക്ക് അനുവദിക്കപ്പെടുന്നത് 13 ലക്ഷം രൂപയായിരിക്കും. ഇനി 17 ലക്ഷം രൂപയാണ് നമുക്ക് ചികിത്സാ ചെലവെങ്കിൽ 15 ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക എന്നർത്ഥം. ഈ ഒരു പദ്ധതിയിൽ വ്യക്തിഗതമായിട്ട് ചേരുന്നതിന് 899 രൂപ നമുക്ക് ഇവിടെ ഫാമിലി പ്ലാൻ ആയിട്ടൊക്കെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ പോളിസി ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഷുറൻസ് പദ്ധതിയാണ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. അതായത്
അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന 436 രൂപയിൽ 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഏത് വിധേനയുമുള്ള മരണത്തിന് 2 ലക്ഷം രൂപ വരെ നമുക്ക് നോമിനിക്ക് ലഭിക്കുന്ന പദ്ധതിയാണ്. പ്രധാനമായിട്ടും നമുക്ക് ബാങ്ക് അക്കൗണ്ടുള്ള ഏത് ബ്രാഞ്ചിൽ എത്തിച്ചേർന്നും ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.